ചെറിയ കുട്ടികളെ പലപ്പോഴും സ്കൂളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് പേരൻസ് തലവേദനയാണെന്നും പറഞ്ഞ് കൊണ്ടുവരാറുണ്ട്. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പല മാതാപിതാക്കൾക്കും വേവലാതിയാണ്. ഇത് ശരിക്കുള്ള തലവേദനയാണോ? തലച്ചോറിനുള്ളിലെ ട്യൂമറുകൾ കൊണ്ടാണോ ഈ തലവേദന ഉണ്ടാവുന്നത്? സ്കാനിംഗ് ഒക്കെ എടുത്തു നോക്കേണ്ട ആവശ്യമുണ്ടോ ഈ ഒരു തലവേദനയ്ക്ക്? സ്കൂളിൽ പോകാനുള്ള മടി കൊണ്ടാണോ കുഞ്ഞ് എപ്പോഴും ഇങ്ങനെ പറയുന്നത്? ഒരുപാട് സംശയങ്ങൾ. എന്തൊക്കെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളിലെ തലവേദന അപകടകാരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം? കുട്ടികളിൽ സാധാരണ ഉണ്ടാകുന്ന തലവേദനയ്ക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്താം? ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. കുട്ടികളുടെ തലവേദനയ്ക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്താമെന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് അപകടകാരിയായിട്ടുള്ള തലവേദന ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ കഴിയണം. പലപ്പോഴും ചെറിയ കുട്ടികൾ രാവിലെ എണീക്കുമ്പോൾ തലവേദന പറയാറുണ്ട്. അപ്പോഴൊക്കെ പേരൻസ് വിചാരിക്കുന്നത് സ്കൂളിൽ പോകാനുള്ള മടി കൊണ്ടാണ് ഇവൻ എന്നും രാവിലെ എണീക്കുമ്പോൾ തലവേദന പറയുന്നത്. ചിലപ്പോഴൊക്കെ അങ്ങനെ ആവാമെങ്കിലും പലപ്പോഴും തലവേദനകൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. വളരെ ചെറിയ കുട്ടികളുടെ കാര്യം നമുക്കൊന്ന് എടുത്തു നോക്കാം. ഒരു 4 വയസ്സിൻ്റെയൊക്കെ താഴെയുള്ള ചെറിയ മക്കൾ തലവേദന പറയുകയാണെങ്കിൽ അതൊരിക്കലും അവഗണിക്കരുത്. ഇനിയിപ്പോൾ സംസാരിച്ച് തുടങ്ങുന്ന കുട്ടികളാണ്, അവരെ തലയുടെ ഭാഗത്ത് എപ്പോഴും ഇങ്ങനെ തൊട്ട് വേദന പോലെ കാണിക്കുന്നുണ്ട്. സാധാരണയുള്ള പെരുമാറ്റത്തിൽ നിന്ന് ചെറിയ വ്യത്യാസം കാണുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്നു, എന്തോ ഒരു അസ്വസ്ഥത. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഇവരെവിടെയെങ്കിലും തട്ടി വീണിട്ടുണ്ടാവാം, തലയൊന്ന് ഇടിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ടായിരിക്കാം ഈ ഒരു തലവേദനയുടെ തുടക്കം. അതോടൊപ്പം ചിലപ്പോൾ ചെറിയ ഛർദിയും കണ്ടേക്കാം. അതുകൊണ്ട് 4 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾ തലവേദന പറഞ്ഞാൽ അത് ചെറുതാവട്ടെ വലുതാവട്ടെ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കുക. പിന്നെയുള്ള ഒരു ഗ്രൂപ്പ് 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികളെ സ്കൂളിൽ നിന്നും വിളിച്ചുകൊണ്ടാണ് മാതാപിതാക്കൾ OPയിലേക്ക് വരാറ്. ഡോക്ടറെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ തലവേദനയാണെന്ന് ടീച്ചറോട് പറയും. ടീച്ചർ എന്നെ ജോലി സ്ഥലത്ത് നിന്ന് വിളിപ്പിച്ച് വരുത്തിയതാണ്. എപ്പോഴും ഇങ്ങനെ എനിക്ക് ലീവ് എടുത്ത് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഡോക്ടർ ഒന്ന് സ്കാനിങ് എടുത്ത് നോക്കിയാൽ തലച്ചോറിനുള്ളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാമായിരുന്നു. പല പേരൻസും പങ്കിടുന്ന ഒരു ആവലാതിയാണിത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ പ്രായത്തിൽ തലവേദന ഉണ്ടാവാം? പ്രധാനമായും ഐ സ്ട്രെയിൻ. ഇപ്പോൾ കൂടുതൽ കുട്ടികളും കുറേ സമയം ഫോണും കമ്പ്യൂട്ടറും TVയും ഒക്കെ കാണുന്നുണ്ട്. ഈ സ്ക്രീൻ ടൈം കൂടുന്നത് കുട്ടികളിലെ കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കുന്നു. ഇത് തലവേദനയ്ക്ക് ഒരു കാരണമാണ്. പലപ്പോഴും തലവേദനയായിട്ട് വരുന്ന കുട്ടികളെ കണ്ണിൻ്റെ OPയിൽ കാഴ്ച പരിശോധിക്കാൻ വിടുമ്പോൾ കാഴ്ചക്കുറവ് ചെറിയ തോതിൽ കാണാറുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ കാഴ്ചക്കുറവ് ഉണ്ടാക്കുന്ന റിഫ്രാക്റ്റീവ് എറേഴ്സും തലവേദനയ്ക്ക് ഒരു കാരണമാണ്. വായ പരിശോധിച്ച് നോക്കുമ്പോൾ പല്ലിന് കേടുണ്ടാവാം. ജലദോഷത്തോടു കൂടിയുള്ള സൈനസൈറ്റിസ് ഉണ്ടെങ്കിൽ ഇതും തലവേദനയ്ക്ക് ഒരു കാരണമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തലവേദനയോടൊപ്പം കുഞ്ഞുങ്ങൾ നിർത്താതെ ഛർദ്ദിക്കുന്നുണ്ട്. ദൂരോട്ട് നോക്കുമ്പോൾ 2 ആയിട്ട് കാണുക, കാഴ്ചക്കുറവ് അനുഭവപ്പെടുക, കൈകാലുകൾക്ക് തരിപ്പ് പറയുക, കൈകാലുകൾക്ക് ബലക്കുറവ് പറയുക, ഇതോടൊപ്പം അപസ്മാരം ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ ഇതൊരു അപകട ലക്ഷണമാണെന്ന് മനസ്സിലാക്കണം. പിന്നെയുള്ളത് തലവേദനയോടൊപ്പം പനി വരുന്നുണ്ട്. കഴുത്ത് കുനിക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നു, അതല്ലെങ്കിൽ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ തലച്ചോറിനുണ്ടാവുന്ന അണുബാധയോ അതല്ലെങ്കിൽ തലച്ചോറിൻ്റെ ആവരണത്തെ കവർ ചെയ്യുന്ന മെനിഞ്ചസിൻ്റെ ഇൻഫെക്ഷനോ ആവാം. അതായത് മസ്തിഷ്ക ജ്വരം, മെനിഞ്ചൈറ്റിസ് എന്ന് പറയും. മെനിഞ്ചോ എൻസെഫലൈറ്റിസിൻ്റെ അടയാളമായിട്ടും ഇത്തരം തലവേദനകൾ ഉണ്ടാവാം. അപ്പോൾ പനിയും തലവേദനയും കഴുത്തനക്കാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു അപകട ലക്ഷണമാണ്. പിന്നെ നമ്മൾ കാണുന്നത് ചെറിയ കുട്ടികളാവുമ്പോൾ സ്കൂളിലൊക്കെ ഒന്നും അറിയാതെ വീണിട്ടുണ്ടാവും. ആ വീണ ദിവസം ഒരു കുഴപ്പവുമില്ല, 2 ദിവസം പിന്നെ സ്കൂളിൽ പോകും, 3-ാമത്തെ ദിവസം ഛർദിയായിട്ട് തിരിച്ചെത്തും. സഹിക്കവയ്യാത്ത തലവേദനയും ഛർദിയും, ഇതും തലച്ചോറിലേക്കുള്ള രക്തസ്രാവത്തിൻ്റെ അടയാളമാവാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാലും ഇതൊരു അപകട സൂചനയാണെന്ന് മനസ്സിലാക്കുക. ഇതോടൊപ്പം ചിലപ്പോൾ അപസ്മാരവും മറ്റും കണ്ടേക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു തലവേദന, ഉറക്കത്തിൽ നിന്ന് തലവേദനയോടുകൂടി കുട്ടി ഉണരുന്നുണ്ട്. ഉറങ്ങാൻ സാധിക്കാത്ത വിധം ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു തലവേദന, ഇതും അപകട ലക്ഷണമായി കണക്കാക്കി ഡോക്ടറെ കാണുക. രാവിലെ എണീക്കുമ്പോൾ എന്നും തലവേദനയുണ്ട്, എന്നാൽ ഈ തലവേദന കൂടി വരുന്നു. ഇന്നുള്ളതിനേക്കാൾ കാഠിന്യം നാളെയുണ്ട്, അതിനേക്കാൾ കൂടുതലാണ് അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ. ഈ പ്രോഗ്രസീവ് ഹെഡേക്കും ഒരു അപകട സൂചന തന്നെയാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന തലവേദന
രാത്രി ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്ന തരത്തിലുള്ള തലവേദന, പ്രത്യേകിച്ചും ഛർദിയോടുകൂടിയുള്ളത് ഒരു അപകട ലക്ഷണമാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ, പ്രത്യേകിച്ചും ഒരു 12 വയസ്സിൻ്റെ മേലെയൊക്കെയുള്ള കുട്ടികൾ തലവേദന പറയുമ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും ദേഷ്യം പിടിക്കുക, പെരുമാറ്റ വൈകല്യങ്ങൾ, നേരത്തെ ശാന്തരായിരിക്കുന്ന കുട്ടി എല്ലാത്തിനും ദേഷ്യപ്പെടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളും ചിലപ്പോൾ തലച്ചോറിനുള്ളിലെ ട്യൂമറുകളുടെ അടയാളമായേക്കാം. ഹാൻഡ് റൈറ്റിങ്ങിൽ വ്യത്യാസം കാണുക, കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ തെറ്റിപ്പോവുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ തലവേദനയും അപകടകാരിയാണെന്നല്ല ഞാൻ പറയുന്നത്. 90% തലവേദനകൾ കുഴപ്പമില്ലാത്ത തലവേദനകളായിരിക്കും. എന്നാൽ ഒരിക്കലും നമ്മൾ ഇത്തരം തലവേദനകൾ മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ അപകട ലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ ആവശ്യകത. ഇനി കുട്ടികളുടെ തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ടെത്താം? പല്ലുവേദന കൊണ്ടുള്ള തലവേദന വരാം, സൈനസൈറ്റിസ് കൊണ്ട് ഉണ്ടാവാം, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാഴ്ചക്കുറവ് മൂലം തലവേദന ഉണ്ടാകാം. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഈ തലവേദനയ്ക്കുണ്ട്. ഇത് കൂടാതെ തന്നെ പേരൻസിന് മൈഗ്രെയിൻ തലവേദനകളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികൾക്കും ഈ തലവേദന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരം മൈഗ്രെയിൻ തലവേദനകളാണ് പൊതുവെ ചെറിയ കുട്ടികൾ തലവേദന എന്ന് പറയുന്നത്. ഈ തലവേദന എങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം? ചില കുട്ടികൾക്ക് ഒരു വശത്ത് മാത്രമായിരിക്കും തലവേദന വരിക. ഈ തലവേദന തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് തന്നെ അറിയാൻ സാധിക്കും, എനിക്ക് തലവേദന വരുന്നുണ്ട്. ലൈറ്റിലേക്ക് നോക്കുമ്പോൾ ബുദ്ധിമുട്ട്, ശബ്ദം കേട്ടാൽ ദേഷ്യം, കണ്ണിന് ചുറ്റും എന്തോ മിന്നുന്നത് പോലെ, ഇതിന് ഓറ എന്നാണ് പറയുന്നത്. ഈ സമയത്ത് തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ചെറിയൊരു വേദന സംഹാരി കൊടുത്താൽ ഈ തലവേദന അങ്ങ് മാറിക്കിട്ടും. പിന്നെ ചിലപ്പോഴൊക്കെ ഒന്ന് ഛർദ്ദിച്ചു കഴിഞ്ഞാലും ഈ തലവേദന മാറും. പലപ്പോഴും ചെറിയ കുട്ടികളിൽ തലവേദനയോടൊപ്പം തലകറക്കം കാണാറുണ്ട്. അതുപോലെ തന്നെ വയറുവേദനയോടുകൂടി വരുന്ന തലവേദനയുമുണ്ട്, അബ്ഡോമിനൽ മൈഗ്രെയിൻ എന്ന് പറയും. പിന്നെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുമ്പോൾ, മതിയായിട്ടുള്ള ഉറക്കമില്ലാത്തപ്പോഴൊക്കെ ഇത് ഒരു ട്രിഗർ ആക്ട് ചെയ്യുകയും മൈഗ്രെയിൻ തലവേദനകൾ കൂടുതൽ തവണ വരികയും ചെയ്യും. പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും ആർത്തവകാലത്ത് മെൻസ്ട്രുവൽ മൈഗ്രെയിൻ എന്ന തരം തലവേദന ഉണ്ടാവാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഒരു തലവേദന വരുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. അത് അപകടകാരിയാണോ എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനവുമാണ്. ഇത്തരം തലവേദനകൾ ഇപ്പോൾ കൂടുതലായിട്ട് വരാനുള്ള കാരണം പ്രധാനമായും നമ്മുടെ ഉറക്കത്തിലുള്ള വ്യത്യാസം, ഭക്ഷണശീലത്തിലുള്ള വ്യത്യാസം, പിന്നെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ. ഉറക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു 8 മുതൽ 9 മണിക്കൂർ വരെ അവർ ഉറങ്ങുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് പേരൻസിൻ്റെ ചുമതലയാണ്. പലപ്പോഴും പേരൻസ് ഒ പിയിൽ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഡോക്ടറെ രാത്രി 12 മണിയായി, ഞങ്ങൾ ഉറങ്ങിയാലേ ഇവർ ഉറങ്ങുള്ളൂ. ഇതിൽ സംഭവിക്കുന്ന തെറ്റ് നമ്മുടെ അടുത്താണോ അതോ കുട്ടികളുടെ അടുത്താണോ എന്നുള്ളത് മനസ്സിലാക്കുക. പലപ്പോഴും ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന മാതാപിതാക്കൾ വീട്ടിലെ പണിയൊക്കെ തീർത്ത് ഉറങ്ങാൻ വൈകും. ഇതനുസരിച്ചാണ് കുട്ടികളും അവരുടെ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഉറങ്ങാൻ ശ്രമിച്ചാൽ മാത്രമേ കുട്ടികളും നേരത്തെ ഉറങ്ങാൻ തയ്യാറാവുകയുള്ളൂ. അതേപോലെ തന്നെ അവരുടെ ജീവിതശൈലി മുമ്പുള്ളതിനേക്കാൾ കളി കുറവാണ്, വെയിലത്തിറങ്ങി നടക്കുന്നില്ല, അപ്പോൾ വൈറ്റമിൻ ഡി കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരുപാട് നേരമുള്ള സ്ക്രീൻ ടൈം, പഠനാവശ്യങ്ങൾക്കായിട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ കാർട്ടൂണും മറ്റും കാണാൻ ചെറിയ കുട്ടികൾ ഒരുപാട് നേരം ഈ ഫോണിൻ്റെ മുന്നിലും ടി വിയുടെ മുന്നിലും ഒക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ടി വി കാണാനും ഫോൺ ഉപയോഗിക്കാനും ഒക്കെ ആയിട്ട് ഒരു നിശ്ചിത സമയം അവർക്ക് മാറ്റി വയ്ക്കുക. ചെറിയ കുട്ടികളാണെങ്കിൽ മാക്സിമം ഒരു 45 മിനിറ്റ്. ഇതിൻ്റെ അപ്പുറം ഫോൺ കൊടുക്കില്ല എന്ന് മാതാപിതാക്കൾ ഒരു തീരുമാനമെടുത്താൽ ഒരുപാട് പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായി. അങ്ങനെ സ്ക്രീൻ ടൈം കുറയ്ക്കുക, മറ്റു വിനോദങ്ങളിൽ ഏർപ്പെടാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക, എന്നും വൈകിട്ടൊന്ന് കളിക്കാൻ വിടാം. ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ പഠനം കഴിഞ്ഞ് വേഗം ഉറങ്ങുന്ന ഒരു ശീലം കുട്ടികൾക്കുണ്ടാവും. പിന്നെയുള്ളത് അവരുടെ ഭക്ഷണശീലമാണ്. പല കുട്ടികളും രാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് മറ്റൊരു ട്യൂഷൻ സെൻറ്ററിൽ പോയി ട്യൂഷൻ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഈ ട്യൂഷൻ ക്ലാസ്സിന് മുമ്പ് ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് പോകുന്നത്. അവിടെ നിന്ന് നേരെ സ്കൂളിലേക്കും. ഇതിനിടയിൽ പേരൻസ് കൊടുത്തയക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇവരൊട്ട് കഴിക്കുന്നുമില്ല. 11 മണി സമയത്ത് കഴിക്കാൻ ലഘുവായിട്ടുള്ള എന്തെങ്കിലും ആഹാരം എടുക്കാനും ഈ കൂട്ടർക്ക് മടിയാണ്. അപ്പോൾ രാവിലെ മുതൽ ഈ കുഞ്ഞ് ഒന്നും കഴിക്കുന്നില്ല ഉച്ചവരെ. തലേന്ന് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നതായിരിക്കും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ മൈഗ്രെയിൻ തലവേദന ട്രിഗർ ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണ രീതി, ഇനി ഇത് കഴിക്കാത്തത് മാത്രമല്ല, കഴിക്കുകയാണെങ്കിൽ തന്നെ നല്ല ഷുഗറി ആയിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ്, ഇപ്പോഴത്തെ ജങ്ക് ഫുഡുകളൊക്കെ കൂടുതലും ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ കുട്ടികൾ. അപ്പോൾ ഇത്തരം ശീലങ്ങൾ പതിയെ മാറ്റിയെടുത്ത് ഉറക്കമൊക്കെ ഒന്ന് ശരിയാക്കി
ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലൊക്കെ ആയിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ വൈകിട്ട് സ്പെൻഡ് ചെയ്താൽ കുട്ടികളുടെ ഉറക്കവും ശരിയാവും. അങ്ങനെ മൈഗ്രെയിൻ തലവേദനകൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. എന്നാൽ ചില കുട്ടികൾക്ക് സ്ഥിരമായിട്ട് തലവേദനകൾ വരാം. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് മൈഗ്രെയിൻ തലവേദനകൾ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 ദിവസത്തിൽ കൂടുതൽ തലവേദന വരുന്നുണ്ട്. ഇത് ഒരു 48 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന തലവേദനയാണ്. ഇങ്ങനെ വരുമ്പോൾ തലവേദന വരുമ്പം കൊടുക്കാനായിട്ടുള്ള മരുന്നുകൾ ഇവർക്ക് പോരാ. മൈഗ്രെയിൻ തലവേദനകൾ വരാതിരിക്കാൻ ഒരു 1-2 മാസം തുടർച്ചയായിട്ട് കൊടുക്കുന്ന മരുന്നുകൾ കൊടുക്കാം. ഈ ഒരു 2 മാസത്തിൻ്റെ ഗ്യാപ്പിൽ അവരുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ നമുക്ക് അവരെ ശീലിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മൈഗ്രെയിൻ തലവേദനകളും അതുപോലെ തന്നെ ടെൻഷൻ ടൈപ്പ് ഹെഡേക്കും ഇപ്പോൾ കുട്ടികൾക്ക് കാണാറുണ്ട്. പഠിത്തത്തിൻ്റെ സ്ട്രെസ്, വീട്ടിൽ വരുമ്പോഴുള്ള മറ്റു കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ കുട്ടികളുടെ തലവേദനയ്ക്ക് നമുക്കൊരു പരിഹാരം കണ്ടെത്താം. ചെറിയ മക്കൾക്ക് തലവേദന വരുമ്പോൾ ഇത് അപകടകാരിയായിട്ടുള്ള തലവേദനയാണോ എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയണം. കുട്ടികളുടെ തലവേദന അപകടകാരിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള അപകട ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. മൈഗ്രെയിൻ തലവേദനകളെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.